ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കപ്പ, അതായത് മരിച്ചിനി മുറിച്ച് വയ്ക്കാമേ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് മുറിച്ച് വെച്ചിരുന്ന കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന കപ്പ അതിലേക്ക് ഇട്ട് കൊടുത്തേ. മരിച്ചിനി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് നല്ല പെട്ടെന്ന് വേവുന്ന മരിച്ചിനിയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റിനകത്തേന് അത് വേവുന്നത്. ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന ആ ടൈപ്പിനാകുമ്പോഴത്തേക്ക് നമുക്ക് ഊറ്റാമേ. ഊറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു 5 സെക്കൻഡ് കൂടെ ഒന്ന് തീയിൽ വെച്ച് കൊടുക്കണം. അടിയിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ വറ്റാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇതിൽ കടുക് വറുത്തൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ, എന്നാലേ ടേസ്റ്റ് ആണുള്ളൂ. വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ ശരിക്കും കടുക് ഇട്ട് കൊടുക്കണേ, കുറച്ച് കൂടുതൽ കടുക് ഇട്ട് കൊടുക്കണം. പിന്നെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ വറ്റൽ മുളക് തന്നെ ഇടണേ, എന്നാലേ അതിന് കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാന്താരി മുളകാണ് ഇട്ട്. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഈ അവിച്ച് വെച്ചിരിക്കുന്ന മരിച്ചിനിയിലോട്ടിട്ട് ഒരു പിടി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണേ. തേങ്ങയും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി തയ്യാറാക്കാം. കുറച്ച് തേങ്ങ ചാറിലേക്ക് എടുത്തിട്ട് നമ്മുടെ സാദാ ജീരകം, കറിവേപ്പില, മുളക് പൊടി, പിന്നെ ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. പിന്നെ കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലോണം അരയ്ക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് ഇത്രയും ആയപ്പോഴത്തേക്കും മരിച്ചിനിയുടെ കോമ്പിനേഷൻ ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കഴിച്ചോ, നല്ല ടേസ്റ്റാണ്.